ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. അന്തിമ പോളിംഗ് കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 71.27% പോളിംഗ് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. 2,77,49,158 വോട്ടർമാരിൽ 1,97,77,478 പേരാണ് സംസ്ഥാനത്ത് വോട്ട് രേഖപ്പെടുത്തിയത്. ഇവരിൽ 94,75,090 പേർ പുരുഷ വോട്ടർമാരും 1,03,02,238 പേർ സ്ത്രീ വോട്ടർമാരും 150 പേർ ഭിന്നലിംഗ വോട്ടർമാരുമാണ്. 78.41% പോളിംഗ് രേഖപ്പെടുത്തിയ വടകര മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പേർ വോട്ട് ചെയ്തത്. പത്തനംതിട്ട മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് പോളിംഗ്. 63.37% മണ്ഡലത്തിലെ പോളിംഗ്. വോട്ടെണ്ണൽ തുടങ്ങുന്നതുവരെ സർവീസ് വോട്ട് സ്വീകരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. കേരളത്തിൽ കടുത്ത ചൂട് തുടരുന്നു. ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂരും കൊല്ലത്തും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. പാലക്കാട് താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഓറഞ്ച് അലർട്ടിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെയ് 2 വരെ അടച്ചിടാൻ കളക്ടർ നിർദ്ദേശം നൽകി. മെഡിക്കൽ കോളേജ് ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി ബാധകം. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ സ്വകാര്യ ITIകൾക്കും നാളെ മുതൽ അടുത്ത മാസം 4 വരെ അവധി പ്രഖ്യാപിച്ചു. ഈ ദിവസങ്ങളിൽ റെഗുലർ ക്ലാസുകൾക്ക് പകരം ഓൺലൈൻ ക്ലാസുകൾ നടത്തും. സംസ്ഥാനത്ത് വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയ ക്രമീകരണം മെയ് 15 വരെ നീട്ടിയതായി തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 3 വരെ തൊഴിലാളികൾ വെയിലത്ത് പണിയെടുക്കുന്നത് കണ്ടെത്തിയാൽ തൊഴിലുടമയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉഷ്ണതരംഗ സാഹചര്യം കണക്കിലെടുത്ത് ആരോഗ്യവകുപ്പ് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. കുഞ്ഞുങ്ങൾ, പ്രായമായവർ, ഗർഭിണികൾ, ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം. രാജ്യത്തെ വിവിധയിടങ്ങളിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പകർച്ചവ്യാധികൾക്കെതിരെയുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്രം ഉന്നതതല യോഗം ചേർന്നു. അതേസമയം ആലപ്പുഴ ജില്ലയിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ താറാവുകളെയും മറ്റു വളർത്തുപക്ഷികളെയും കൂട്ടത്തോടെ കൊന്നു കുഴിച്ചുമൂടുന്ന നടപടിക്ക് നാളെ തുടക്കമാകും. ഇതിനായി ദ്രുതകർമ്മസേനയെ നിയോഗിച്ചിട്ടുണ്ട്. കാനഡയിലെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പങ്കെടുത്ത പൊതുപരിപാടിയിൽ ഖലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചതിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഡൽഹിയിലെ കനേഡിയൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ നേരിട്ട് വിളിച്ചു വരുത്തിയാണ് വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചത്. തീവ്രവാദത്തിനും അക്രമത്തിനും കാനഡയിൽ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കുന്നതിന് തെളിവാണിതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇത്തരം പ്രവൃത്തികൾ ഇന്ത്യ കാനഡ ബന്ധത്തെ ബാധിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 6ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. 6 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയിലെയും 57 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാജ്യത്ത് 3ാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി തുടരുന്നു. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് കർണാടകയിലെ ബഗൽകോട്ടിൽ പ്രചാരണ റാലിയിൽ പങ്കെടുത്തു. 2047ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം NDA സർക്കാരിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെയുണ്ടായ അടിസ്ഥാന സൌകര്യ വികസനങ്ങളെക്കുറിച്ചും വിശദമായി പരാമർശിച്ചു. മഹാരാഷ്ട്രയിൽ 3 പ്രധാനമന്ത്രി ഇന്ന് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ കർണാടകയിലെ ഗുൽബർഗയിൽ ഇന്ന് പ്രചാരണം നടത്തി. രാജ്യത്തെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചാരണം. BJP നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ നടത്തുന്ന പരാമർശങ്ങൾക്കെതിരെ CPIM തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. CPIM പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ സുഭാഷിണി അലി, മുരളീധരൻ എന്നിവരാണ് ന്യൂഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തിയത്. വർഗീയ ധ്രുവീകരണത്തിന് കാരണമാകുന്ന തരം പരാമർശങ്ങൾ BJP നേതാക്കൾ നടത്തുന്നതായി ഇരുവരും ചൂണ്ടിക്കാട്ടി. ചില വാർത്താ മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങളിലും ഇരു നേതാക്കളും ആശങ്ക പങ്കുവച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് LDFന് ഭൂരിപക്ഷം സീറ്റുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷ പങ്കുവച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനു ശേഷം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് UDFനെയാകും ബാധിക്കുക എന്നും അദ്ദേഹം പ്രതികരിച്ചു. ഈ വർഷത്തെ UGC നെറ്റ് പരീക്ഷ ജൂൺ 16 നിന്ന് ജൂൺ 18 മാറ്റി. ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായം പരിഗണിച്ചാണ് തീരുമാനം. രാജ്യത്തുടനീളം ഒരു ദിവസം തന്നെയായിരിക്കും പരീക്ഷയെന്ന് UGC അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.